ജനഹിതം മാനിച്ച് പ്രിയങ്ക ഗാന്ധി എന്ന വയനാടിന്റെ എംപി എടുത്ത ഒരു കടുത്ത നിലപാടാണ് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി. അവിടെ പക്ഷേ ആ സ്ഥാനം നഷ്ടപ്പെട്ടത് ഗാന്ധി കുടുംബത്തിന്റെ ഇഷ്ടക്കാരനായ കെ.സി. വേണുഗോപാലിനാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 10 ദിവസങ്ങൾ കേരളത്തിലുണ്ടായ ഒച്ചപ്പാട് ബഹളവും ചെറുതൊന്നുമല്ല. അതുകൊണ്ടാണ് അതെല്ലാം നിർത്തിയിട്ട് വരൂ എന്ന് രാഹുൽ ഗാന്ധി രൂക്ഷമായി പറഞ്ഞതും ദീപാദാസ് മുൻഷിയെ സാക്ഷി നിർത്തി 3 നേതാക്കളും തങ്ങളുടെ അണികളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തത്. എന്നാൽ അവിടെ ഏറ്റവും അധികം വിമർശനവും പഴിയും ഒക്കെ കേട്ടത് കെ.സി. വേണുഗോപാലിനാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഇനിയും പിച്ചിച്ചിന്തി മതിയായില്ലേ എന്ന് കെ.സി. വേണുഗോപാൽ ചോദിച്ചത്. സതീശന്റെ പക്ഷക്കാരിൽ നിന്നാണ് കെ.സിക്ക് ഇത്രയധികം മാനഹാനി നേരിട്ടത് എന്ന് പൊതുവായ അടക്കം പറച്ചിൽ കേരള രാഷ്ട്രീയ പരിസരത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വി.ഡി. സതീശൻ എല്ലാ പരിഭവങ്ങളും തീർക്കാൻ കെ.സി. വേണുഗോപാലിന്റെ വീട്ടിൽ പോയി. കെ.സിയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കണ്ട് ഇരുവരും മുഖാമുഖം സംസാരിക്കുകയും ചെയ്തതിനു ശേഷമാണ് സതീശൻ മടങ്ങിയത്. മുഖ്യമന്ത്രിയായതിനു പിന്നാലെ സതീശൻ എത്താത്ത ഇടങ്ങളില്ല. ഉച്ചയോടെ വന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ വീട് മുതൽ ജി കാർത്തികേയന്റെ വീടും കഴിഞ്ഞ് പാണക്കാട് വരെ അദ്ദേഹം എത്തി. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അണിയറയിൽ നടന്ന ശക്തമായ മത്സരങ്ങൾക്കും അതുണ്ടാക്കിയ കടുത്ത സമ്മർദ്ദ സാഹചര്യങ്ങൾക്കും അയവ് വരുത്തിക്കൊണ്ടാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കെ.സി. വേണുഗോപാലിന്റെ നാലാഞ്ചിറയിലെ വസതിയിലെത്തിയത്. ഇന്നലെ വൈകിട്ടാണ് കെ.സി. വേണുഗോപാൽ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയത്. വഴുതക്കാട്ടെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് സതീശൻ കെ.സിയെ കാണാനായി പുറപ്പെട്ടത്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം ഇരുവരും തമ്മിൽ നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. മന്ത്രിസഭാ രൂപീകരണത്തിന്റെ തിരക്കിട്ട ചർച്ചകൾ തലസ്ഥാനത്ത് പുരോഗമിക്കുന്നതിനിടെയാണ് ഈ നിർണായക സന്ദർശനം എന്നത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നു. അരമണിക്കൂറിലധികം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ ഇരുവരും തമ്മിലുള്ള പരിഭവങ്ങളും രാഷ്ട്രീയ തർക്കങ്ങളും സംസാരിച്ച് പരിഹരിക്കപ്പെട്ടു എന്നാണ് സൂചന. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും ഒരുമിച്ച് മാധ്യമപ്രവർത്തകരെ കാണുകയും രാഷ്ട്രീയ സൗഹൃദത്തിന്റെ ചിത്രം പൊതുസമൂഹത്തിന് മുന്നിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. തങ്ങൾ എന്നും കാണുന്നവരാണെന്നും വി.ഡി. സതീശൻ മന്ത്രിസഭയ്ക്ക് തന്റെയും പാർട്ടിയുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഹൈക്കമാൻഡും പാർട്ടിയും കൈക്കൊണ്ട അന്തിമ തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിന് പിന്നാലെ സംസാരിച്ച നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കോൺഗ്രസ് നേതാക്കൾ ആർക്കെങ്കിലും വേണ്ടി മാത്രം വാശി പിടിക്കുന്നവരല്ലെന്ന് ഓർമ്മിപ്പിച്ചു. പുതിയ മന്ത്രിസഭയുടെയും മുന്നണിയുടെയും എല്ലാ കാര്യങ്ങളും വരും ദിവസങ്ങളിൽ കൃത്യമായ കൂടിയാലോചനകളിലൂടെ മാത്രമേ തീരുമാനിക്കൂ എന്നും മന്ത്രിസഭാംഗങ്ങളുടെ അന്തിമ പട്ടിക നാളെ ഉച്ചയോടെ ബഹുമാനപ്പെട്ട ഗവർണർക്ക് കൈമാറുമെന്നും അദ്ദേഹം അറിയിച്ചു. മറുവശത്ത് പുതിയ മന്ത്രിസഭയിലെ വകുപ്പ് വിഭജനത്തെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ അംഗമാകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ചെന്നിത്തല ആവശ്യപ്പെടുന്ന പ്രധാന വകുപ്പ് തന്നെ അദ്ദേഹത്തിന് നൽകണമെന്ന് ഹൈക്കമാൻഡ് കർശന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ആഭ്യന്തര വകുപ്പ് ലഭിച്ചാൽ മാത്രമേ താൻ മന്ത്രിസഭയിൽ അംഗമാവുകയുള്ളൂ എന്ന് ചെന്നിത്തല നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ചിരുന്ന പശ്ചാത്തലത്തിൽ മുതിർന്ന നേതാവിന് ആഭ്യന്തരം നൽകണമെന്ന് രാഹുൽ ഗാന്ധി നേരിട്ട് നിർദ്ദേശിക്കുകയായിരുന്നു. ഇതോടെ വിജിലൻസും ആഭ്യന്തരവും കൈകാര്യം ചെയ്യുന്ന ശക്തനായ മന്ത്രിയായി രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലെത്തും. ആഭ്യന്തര വകുപ്പും മറ്റൊരാൾക്ക് വിട്ടു നൽകുന്ന കാര്യത്തിൽ വി.ഡി. സതീശന് പൂർണ്ണ തൃപ്തിയില്ലായിരുന്നെങ്കിലും മുഖ്യമന്ത്രി പദം ലഭിച്ച സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം വിട്ടുകൊടുക്കാൻ അദ്ദേഹം നിർബന്ധിതനാവുകയായിരുന്നു. ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയാകുന്നതോടെ സതീശൻ ധനമന്ത്രി സ്ഥാനം സ്വന്തം കൈകളിൽ നിലനിർത്താനാണ് സാധ്യത. ഇതിനിടെ ഇന്ന് കൂടിക്കാഴ്ചയ്ക്കായി എത്തിയ വി.ഡി. സതീശന് മുന്നിൽ മറ്റ് ചില ആവശ്യങ്ങളും രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 4ാം തവണയും എം.എൽ.എമാരായി നിയമസഭയിലെത്തുന്ന അൻവർ സാദത്തിനെയും ഐ.സി. ബാലകൃഷ്ണനെയും പുതിയ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ചെന്നിത്തലയുടെ പ്രധാന ആവശ്യം. മന്ത്രിസഭയിലെ അവരുടെ സീനിയോറിറ്റിയും അനുഭവ സമ്പത്തും പരിഗണിച്ച് ഇരുവരും മുതിർന്നവർ എന്ന നിലയിൽ പരിഗണിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇതുകൂടാതെ മുതിർന്ന നേതാവായ ജോസഫ് വാഴയ്ക്കാന് വേണ്ടിയും ചെന്നിത്തല ശക്തമായ വാദം ഉന്നയിച്ചു. വാഴയ്ക്കാന് കെ.പി.സി.സി. പ്രസിഡന്റ് സ്ഥാനമോ അതല്ലെങ്കിൽ രാജ്യസഭാ അംഗത്വമോ നൽകി അർഹമായ പരിഗണന നൽകണമെന്നാണ് ആവശ്യം. എന്നാൽ ഈ വിഷയങ്ങളിൽ അന്തിമമായ ഉറപ്പ് നൽകാൻ എ.ഐ.സി.സി. നേതൃത്വത്തിന്റെ നേരിട്ടുള്ള അംഗീകാരം ആവശ്യമായി വരും. ചെന്നിത്തലയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് കൂടുതൽ പ്രതികരണങ്ങൾക്ക് മുതിരാതെയാണ് മടങ്ങിയത്. വരും മണിക്കൂറിൽ കേരള രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ മുഴുവൻ നാളെ സമർപ്പിക്കുന്ന